വലിയ ഇതൊക്കെ വയ്ക്കോടാ, കൊമ്പൊക്കെ വയ്ക്കുവോ? കാട്ടാളനാവാനായിട്ട്. കാട്ടാളന്റെ വേഷം വരുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നെ വെളിയിൽ നിന്ന് കൊമ്പൊന്നും കൊടുക്കണ്ടല്ലോ. മതിട്ട ഒരുപാട് കളിയാക്കണ്ട അതല്ല, തോക്ക് മേടിക്കാൻ പോണതാവേ. എന്താ ക്ലീറ്റോന് തോക്ക് മേടിച്ചാല്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്താണ് നിന്റെ നിലപാടെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്ര ദിവസം മറുപടി അങ്ങനെ വലിയതായിട്ട് പറയാതിരുന്നത്. അല്ല എടാ, ഞാൻ സമൂഹത്തിൽ 10 പേര് അറിയപ്പെടുന്ന ഒരു പ്രമുഖനാണ്. ആ 10 പേരെ പേര് പറഞ്ഞു. അതെ, അതാരും ആയിക്കോട്ടെ. നീ കൂടുതൽ എന്നെ ചൊറിയാൻ നിൽക്കണ്ട കേട്ടാ കനക, കേട്ടാ. അല്ല, നീ 10 പേരെ അറിയും, നീ പ്രമുഖനാണെന്നൊക്കെ നീ സ്വയം പറഞ്ഞാൽ. അല്ല, അത് നീ അറിഞ്ഞോ? ഇന്റലിജൻസിന്റെ അന്വേഷണ പ്രകാരം എനിക്ക് വധഭീഷണി ഉണ്ട്. അങ്ങനെ വധഭീഷണി ഉള്ളവർക്ക് തോക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടു നടക്കാം. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക്. അതിൽപ്പെട്ടൊരു വലിയ ആളാണ് ഞാൻ എന്ന് നീ പറഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞാൽ മതി. ചിലപ്പോ ക്ലീറ്റോന് ശത്രുക്കൾ ഉണ്ടാവും. ചിലപ്പോ അല്ല, ഉണ്ടടി, ഉണ്ട്. എടി, അവൻ പറഞ്ഞ പൊട്ടത്തിരുത്ത് നീ കൂടെ കൂട്ടുന്ന അവൻ ഏത് വലിയ കുഴി പോയി ചാടും. നീ ഞാനേ ഇവിടെ സ്ഥലം MLA ആവാൻ പോണ ആളാണ്. ആവാൻ പോണല്ലേ? താമസം ഇല്ലടേ. നീ അത് ആയിട്ട് വാ. ആവും ഞാൻ, ആവും. നീ ആവുമ്പോ നീ പറയുമ്പോ രാവിലെ പിന്നെ നിന്റെ കെട്ടിടത്ത് പറയടി, വായി വെച്ചോണ്ട് മര്യാദക്കിരിക്കെ. നിന്റെ പറ. ചൊറിയാ നിക്കണത് ആരുടെ പറഞ്ഞത്? നീ ഇപ്പൊ ചൊറിഞ്ഞത്? എന്ത് പറഞ്ഞു? നീ MLA ആവും, നീ MLA ആയിട്ട് നീ നാക്കെടുക്കുമ്പോ പറയും നീ എന്നെ കൈ കിടക്കുന്നവരെ ഇങ്ങനെ സല്യൂട്ട് അടിപ്പിക്കുന്നു. നീ അങ്ങനെ ആണാണെങ്കിൽ നീ അങ്ങനെ എന്നെ കൂടെ സല്യൂട്ട് അടിപ്പിക്കൂടാ. ക്ലീറ്റോ അടുപ്പിക്കുന്നു പറഞ്ഞാൽ അടുപ്പിക്കും. പിന്നെ എന്റെ കയ്യിൽ തോക്കിട്ടാ ചിലപ്പോ നിന്റെ നെഞ്ചത്തായിരിക്കും ഞാൻ ആദ്യം വെടി വെക്കുന്നത്. നെഞ്ചത്ത് നീ വെച്ചിട്ടുണ്ട്, അറിയാലോ. 15 വർഷത്തിന് മുമ്പ് നീ 15 വർഷം പോടാ, പോടാ എണീറ്റ്. 15 വർഷം മുമ്പ് എന്തുണ്ടാക്കിയടാ? നിന്റെ പെങ്ങളെ ഞാൻ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്. അവള് 4 വെളിയിറങ്ങി പോയില്ലേ, നീ എങ്ങനെ ജീവിക്കടാ? പിന്നെ അല്ല, അവളെ എന്റെ അടുത്ത് ഇറക്കണം. പിന്നെ നിന്റെ ഇറന്നോണ്ടിരിക്കുന്ന നിനക്ക് എന്തായാലും നിന്റെ മേടിച്ചിട്ടുണ്ട്, തിരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്ത വരെ പറയാം. നിന്റെ തന്തയില്ലേ മറ്റേ മുത്തരാമൻ, അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് അത്രയും. ഉണ്ടാക്കി വെച്ചത് കനകന്റെ തന്തയ്ക്കുന്നുള്ള അടുത്ത് പിടിച്ചിട്ടില്ല. വിളിക്കൂടാ. എനിക്കറിയാം തിരിച്ചത് ചെയ്യാൻ. പക്ഷെ എവിടെ ഓർത്തിട്ടാണ്? ചേച്ചിയോട് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഈ നാട്ടുകാരെ കൊണ്ട് മൊത്തം തലയടിപ്പിക്കുന്നില്ലേ? അങ്ങോട്ടും അടി കൂടണം. സന്തോഷമായില്ലേ? ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? എടാ, നാട്ടുകാർ നോക്കി ചിരിക്കണടാ. ഒരു പൊതുപ്രവർത്തന അത്ര, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പോലീസുകാരനും കലഹവും ബഹളം ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി സമാധാനത്തോടെ കഴിയേണ്ട 2 എണ്ണം കൂടിയിട്ട് ഈ വീട്ടിലെ കിടന്ന കൂത്ത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ചിരിക്കേണ്ട. പിന്നെ എന്ത് ചെയ്യടാ? പക്ഷെ കൊള്ളാടി. എന്താ കൊള്ളാമ? നീ ഒന്നും പറഞ്ഞോ, കേൾപ്പൊടി. അവനേക്കോ നീ അനുഭവിക്കൂടെ? നിന്റെ ഒന്നും വേണ്ട. നീ ഒരിക്കലും അനുഭവിച്ച പോരാ. നീ ഇത്രയും നാളെ നീ അനുഭവിച്ചിട്ട് നിനക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഇനിയുണ്ടല്ലേ, ഇനി നീ എന്നെ കണ്ട് ജീവിക്കാൻ നോക്കണം. നീ കേട്ടോ? ഇനി എന്നെ കണ്ട് ഇനി എന്റെ തന്തയ്ക്ക് വിളിച്ച് ഒരുത്തന്നെ ഞാൻ വെച്ചിട്ടില്ലേ?